നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വിളിക്കാം. അമ്മയൊന്നും ഇവിടെ ഇല്ലാത്തതാ പ്രശ്നം. ഇല്ലെങ്കിൽ അമ്മ വിളമ്പി തന്നേനെ. വെറുതെ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ശ്യാമയ്ക്ക് വിളമ്പി തരുന്നതില് എനിക്കെന്താ ബുദ്ധിമുട്ട്? എനിക്ക് സന്തോഷമുള്ളൂ. ആ എന്നാ സാറും കഴിക്കേ. ആദ്യം ശ്യാമ കഴിക്കേ, പിന്നെ ഞാൻ കഴിച്ചോളാം. അത് വേണ്ട. വേണം, കഴിക്കേ കഴിക്കേ. എന്താ കഴിക്കാൻ പറ്റുന്നില്ലേ? വേദനയുണ്ടോ? നല്ല വേദനയുണ്ട്. എന്നാ സാരമില്ല, ഞാൻ എടുത്തരാം. എന്ത്? ഞാൻ ഭക്ഷണം വാരിത്തരാന്നേ. അയ്യോ, അതൊന്നും വേണ്ട. വേണം. സാർ ആരെങ്കിലും കാണുമോ? കണ്ടാലെന്താ? എന്നാലും ഒന്നുമില്ല, ഞാൻ വാരിത്തരാം. കഴിക്കേ. നല്ല രുചി. അമ്മ ഉണ്ടാക്കിയ കറിയാ, അതിന്റെ ടേസ്റ്റാ. അല്ല, പിന്നെ ഇപ്പോഴേ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തില് നിറയെ സ്നേഹമാ, അതുകൊണ്ടാ. എന്നാ ഈ സ്നേഹം വീണ്ടും കഴിച്ചു. എനിക്ക് ഇങ്ങനൊരു ആക്സിഡന്റ് സംഭവിച്ചെങ്കിലും ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടി. സൗഭാഗ്യങ്ങളോ? എന്താ? എന്നെ ഇഷ്ടപ്പെട്ട ഒരാള് എന്നെ സഹായിക്കുന്നത് തല തൂർത്തി സാരി എടുപ്പിച്ചു. പിന്നെ ഭക്ഷണം വാരിത്തരുന്നു. GK സാർ. എടുക്ക്. സാർ പറയണം. ശ്യാമ, മ്യൂസിക് ഷോ ഫസ്റ്റ് റൗണ്ട് തുടങ്ങാൻ ഇനി ദിവസങ്ങളില്ല. നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. നല്ല തയ്യാറെടുപ്പ് വേണം. അറിയാം സാർ. അത്ര ഈസിയായി വിൻ ചെയ്യാൻ പറ്റില്ല. കണ്ടസ്റ്റൻസ് ഒന്നിനൊന്നും മെച്ചമാണ്. പ്രത്യേകിച്ചും മാനസ എന്നൊരു കുട്ടി. നല്ല പ്രാക്ടീസ് വേണം, മറക്കണ്ട. ശ്രദ്ധിച്ചോളാം സാർ. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഷോയാ. നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ശ്യാമയ്ക്ക് രക്ഷപ്പെടാൻ ദൈവം കാണിച്ചു തന്ന വഴിയായത്. അതെ സാർ. സാർ എന്നോട് കാണിച്ച കരുതല് ഒരിക്കലും മറക്കില്ല. ശ്യാമയുടെ വിജയം എന്റെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ജയിക്കാൻ വേണ്ടി പെർഫോം ചെയ്യുക, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി സാർ. സാറ് പറഞ്ഞത് ശരിയാ. എനിക്ക് വിജയിച്ചേ പറ്റൂ. അതിനുവേണ്ടിയായിരിക്കും ഇനി എന്റെ ശ്രമങ്ങളെല്ലാം. ശരി, എന്നാ ഇതേ ഒരു ഭയങ്കര കഴിക്കും. മതി എനിക്ക്. കഴിക്കേ മതി. കഴിക്കേ. ഇതെന്താ പെണ്ണ് കാണാൻ വന്ന് നിൽക്കുന്നത് പോലെ? ഞാനിനി എന്താ ചെയ്യണ്ടേ?
ആദ്യം ആ ഷെൽഫിലെ ഫയലെല്ലാം അടുക്കി വെക്കി. ശരി മാഡം. ഇവിടെ നിനക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചിലപ്പോ തൂക്കേണ്ടി വരും, ചായ റെഡിയാക്കി തരേണ്ടി വരും, ടേബിൾ എല്ലാം ക്ലീൻ ചെയ്യണം. ആ പിന്നെ നീ ബികോം ആണെന്നല്ലേ പറഞ്ഞത്? അത്യാവശ്യം കണക്കുകളൊക്കെ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്താ നിന്റെ നാവ് പൊങ്ങില്ലേ? മനസ്സിലായി മാഡം. ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്ന നിനക്ക് കൊള്ളാം. എനിക്കൊരു ഇഷ്ടക്കേട് തോന്നിയാ ആ നിമിഷം ഞാൻ നിന്നെ പിരിച്ചുവിടും. മനസ്സിലായോ? മനസ്സിലായി മാഡം. പിന്നെ നിന്റെ ശമ്പളത്തിന്റെ കാര്യം, അത് നിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പ ഞാൻ നിശ്ചയിക്കും. സമ്മതമാണോ? സമ്മതമാണ് മാഡം. ഐശ്വര്യ, എനിക്ക് കുഞ്ഞിനെ ശരിക്കും അറിയാവുന്ന ആളാ. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ആളല്ല. പക്ഷെ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാ. ഐശ്വര്യ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുട്ടിയോട് പെരുമാറണം. എനിക്കിപ്പൊ ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. അത് ഇഷ്ടമായില്ലെങ്കിൽ ഇവള് പൊക്കോട്ടെ. അരുൺ റെക്കമെൻഡ് ചെയ്തത് കൊണ്ടും പിന്നെ കുറച്ച് സിമ്പതിയുടെ പേരിലുവാ ഈ ജാസ്മിനെ ഇവിടെ ഞാൻ ജോലിക്കെടുത്തത്. ഇവളോട് അരുണിന്റെ സിമ്പതി ഇനിയും കൂടിയാ ആ നിമിഷം ഇവള് പുറത്താവും. ഇങ്ങനെ നിന്നാ പറ്റില്ല. ഇവിടെയെല്ലാം നന്നായി തുടച്ചു വൃത്തിയാക്കണം. ശരി മാഡം. അല്ല, അരുൺ പോവാണോ? നിക്ക്, ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നീ എന്താ വിഷമിച്ച പോലെ നോക്കി നിൽക്കുന്നേ? ആ പോയതേ എന്റെ ഹസ്ബൻഡാ. അപ്പൊ നോക്കാനേ ഞാൻ തന്നെ ധാരാളം. മനസ്സിലായോ? ആലോചിച്ച് നിൽക്കാതെ പോയി ജോലി എന്താന്ന് വെച്ചാ ചെയ്യ്. പോ. ശരി മാഡം. ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാ. തുടക്കത്തില് വിരട്ടി നിർത്തിയില്ലെങ്കിൽ പുതിയ പെൺപിള്ളാരെ കണ്ട മനസ്സ് പിടിവിടും. അത് സൂക്ഷിക്കേണ്ടത് നമ്മൾ സ്ത്രീകളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.